ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? എത്യോപ്യയുടെ തലസ്ഥാനമായിട്ടുള്ള അഡിസ് അബാബയിൽ നിന്ന് ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായിട്ടുള്ള മുംബൈയിലേക്ക് അവരുടെ നാഷണൽ കാരിയറായിട്ടുള്ള എത്യോപ്യൻ എയർലൈൻസിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വലിയൊരു ഫ്ലൈറ്റായിരുന്നു. ബോയിങ്ങിൻ്റെ ഒരു വിമാനമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. 232 എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ആയിരുന്നു ഒരു നിരയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലാങ്കറ്റും ഒക്കെ അടങ്ങിയ ഒരു കിറ്റ് തരും. ബ്ലാങ്കറ്റ് മാത്രമേ ഉള്ളൂ, വേറെ സാധനങ്ങളൊന്നുമില്ല. ചിലർ ഹെഡ്ഫോൺസൊക്കെ തരാറുണ്ട്, പക്ഷേ അവർ നമുക്ക് തന്നില്ല. പിന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു. USB കുത്താനായിട്ട് ഒരു പോർട്ട്, ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടും ഉണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം തരക്കേടില്ല, കുഴപ്പമില്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വലിയൊരു ടേബിൾ, സാമാന്യം വലിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മൂവീസും ഗെയിംസും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് തോന്നിക്കുമെങ്കിലും അങ്ങനെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. മിക്കതും പഴയ മൂവീസൊക്കെ ആയിരുന്നു. ഞാൻ കുറേ നേരം അതിലിങ്ങനെ ഓരോന്നൊക്കെ പരതി നടന്ന് എന്തെങ്കിലുമൊക്കെ മൂവി കാണാമെന്നൊക്കെ വിചാരിച്ചു. ഒരുപാട് സമയമുണ്ട് കേട്ടോ. ഈ ഫ്ലൈറ്റ് 6 മണിക്കൂറോളം എടുക്കും മുംബൈയിലെത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ഒന്നും കണ്ടില്ല. അതിനുശേഷം നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് ഞാനൊരു ഹിന്ദു നോൺ വെജ് മീലാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ സാധാരണ കൂടെ ഉള്ള ഐറ്റംസ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരു ഗുലാബ് ജാമുൻ, ഒന്നല്ല 2 ഗുലാബ് ജാമുനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബണ്ണ്, ബട്ടർ, അതുപോലുള്ള സംഭവങ്ങൾ. എത്യോപ്യയുടെ നാഷണൽ ഫുഡായിട്ടുള്ള കടല, ഇത് അങ്ങനത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെയിൻ കോഴ്സിലുണ്ടായിരുന്നത് വീണ്ടും നമ്മുടെ ത്രിവർണ്ണമാണ് ഉണ്ടായിരുന്നത്. ഹിന്ദു നോൺ വെജ് മീൽ ആയതുകൊണ്ട് എനിക്കൊരു വെജ് കറി, കുറച്ച് ബസ്മതിയുടെ റൈസ്, പിന്നെ ഓംലേറ്റ് ആയിരുന്നു കേട്ടോ. ചിക്കൻ പോലെയൊക്കെ തോന്നിക്കുമെങ്കിൽ അതൊരു ഓംലേറ്റ് ചീസ് ഓംലേറ്റ് എങ്ങാണ്ട് ആയിട്ടൊക്കെ ഉള്ളൊരു കറിയായിരുന്നു. അതിന് ഫുഡ് തരക്കേടില്ല. റൈസൊക്കെ നല്ല സോഫ്റ്റായിരുന്നു, നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദു നോൺ വെജ് മീൽ ആയതുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ചിക്കൻ്റെ എന്തെങ്കിലും ഡിഷ് കിട്ടുമായിരുന്നു. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീനാക്കി നമ്മുടെ മെയിൻ കോഴ്സ്. അതിനുശേഷം ഡ്രിങ്ക്സ് അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു. ഡ്രിങ്ക്സിൽ ഇതുപോലെ വൈനും ബിയറും ജ്യൂസും വെള്ളവും അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്തത്. പൊതുവേ ഞാൻ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറോ ആണ് ഞാൻ കുടിക്കാറുള്ളത്. അങ്ങനെ അത് ഞാൻ ഓർഡർ ചെയ്തു. അതിനുശേഷം നമ്മുടെ കൂടെയുള്ള ഐറ്റംസ് ആയിട്ടുള്ള ബണ്ണും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ബണ്ണ് പൊതുവേ ഞാൻ കഴിക്കാറില്ല, പക്ഷേ ഇതിൽ ഞാൻ കഴിച്ചു. അങ്ങനെ ബട്ടറും പിന്നെ വേറെ ഒരു സംഭവം, അതും ബട്ടറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. പിന്നെ ഈ ഫ്ലൈറ്റ് പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതും ചുമ്മാ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഞാൻ നോക്കിയിരുന്നു. അതിനുശേഷം ഞാൻ ഗുലാബ് ജാമുനാണ് കഴിച്ചത്. ഗുലാബ് ജാമുൻ അടിപൊളിയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ഗുലാബ് ജാമുൻ സ്വീറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സൂപ്പർ സംഭവമായിരുന്നു. അത് ഞാൻ ഫുള്ള് കഴിച്ചു. പിന്നെ കടല എനിക്ക് പഴയതുപോലെ തൊട്ട് മുന്നത്തെ ഫ്ലൈറ്റിലുള്ള അതേ അനുഭവമായിരുന്നു. അധികം വേവാത്ത ഒരു കടലയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ കടലയുടെ കൂടെ വന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ള ഈ വെള്ളരിക്ക, ക്യാരറ്റ് അതുപോലുള്ള ഐറ്റംസ് മാത്രം കഴിച്ച് കടല മാറ്റി വെച്ചു.